എല്ലാവർക്കും മോട്ടോർ ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബജാജ് പൾസറിന്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ബജാജ് പൾസർ 125cc മോഡലാണ്. ഇത് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഇത് ബജാജ് പൾസറിന്റെ സീരീസിൽ തന്നെ ഏറ്റവും അധികം പുതിയ ലോഞ്ച് ചെയ്ത വാഹനമാണ്. ഇത് 125cc ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. 5 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വാഹനത്തിന്റെ ഗിയർ സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ വണ്ടിയുടെ വാക്ക് അറൗണ്ടിലേക്ക് കടക്കാം. ഈ വാഹനത്തിന്റെ ലുക്സ് വരുമ്പോൾ കണ്ടോ, ഇത് ബജാജിന്റെ ക്ലാസിക് സെയിം ലുക്ക് തന്നെയാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട്. അത് 4 ബോഡി ഗ്രാഫിക്സ് കളേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ മൈലേജിനെ കുറിച്ച് പറഞ്ഞാൽ ഏകദേശം 50-നും 55-നും ഇടയിലാണ് ഇതിന്റെ മൈലേജ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് ഏകദേശം ഒരു 15 വർഷത്തോളം ഇന്ത്യൻ റോഡ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇതിന്റെ സൺവൈസർ വരുന്നത് ക്ലാസിക് ആയിട്ട് ഗ്ലോസി ബ്ലാക്ക് ഹൈ ക്വാളിറ്റി ഫൈബർ മെറ്റീരിയലിലുള്ള സൺവൈസർ ആണ് വാഹനത്തിന് ബജാജ് നൽകിയിട്ടുള്ളത്. ഹെഡ്ലൈറ്റ്സ് വരുന്ന ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആണ്. പിന്നെ പാർക്ക് ലൈറ്റ്സും ആ ഹെഡ്ലൈറ്റ്സിന് ഇന്റഗ്രേറ്റഡ് ആണ്. ഇതിന്റെ സൈഡ് ലുക്ക് പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിൽ തന്നെ ചെറിയൊരു ഗ്രാഫിക്സ് വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ഹാലജൻ ബൾബ് യൂസ് ചെയ്തുള്ള ഇൻഡിക്കേറ്റർ ആണ് വാഹനത്തിന് വരുന്നത്. ഇതിന്റെ ഫ്രണ്ട് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് നോർമൽ ഹൈറ്റ് ആണ്. അത്യാവശ്യം പമ്പ് ചാടിയാലും നമുക്കത് ഫീൽ ചെയ്യില്ല. പിന്നെ സസ്പെൻഷന്റെ താഴെയായിട്ട് ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടിൽ സേഫ്റ്റിക്കായിട്ട് സിംഗിൾ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഡ്യുവൽ പിസ്റ്റൺ സിംഗിൾ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് വിത്ത് വെന്റിലേറ്റഡ് ഡിസ്ക്. ഇതിന്റെ വാഹനത്തിന് അലോയ് വീൽ തരുന്നുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നത് മുകൾ ഭാഗത്ത് ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അലോയ് വീൽസ് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. MRFന്റെ 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വാഹനത്തിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് എഞ്ചിൻ ഗാർഡ് ഒരെണ്ണം മാറ്റ് ബ്ലാക്ക് സൈസിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡ് ലെഗ് സപ്പോർട്ടും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ പെട്രോൾ ടാങ്കിന്റെ ഡിസൈൻ നോക്കാം. ഫുൾ പെട്രോൾ ടാങ്കിൽ നിന്ന് കൗളിലേക്ക് നീളുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലാസിക് ആയിട്ട് പൾസർ ബാഡ്ജിങ് വരുന്നുണ്ട്. മാറ്റ് ബ്ലാക്ക് കളറാണ് ടാങ്കിന്റെ ഓപ്പണർ വരുന്നത്. E20 ഫ്യൂൽ സപ്പോർട്ടർ ആണ്. ടാങ്ക് പാഡ് വരുന്നത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ്. വളരെ നീളത്തിലുള്ളതും വീതിയുള്ളതുമായ ഒരു സീറ്റാണ് വാഹനത്തിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡോട്ടഡ് ആയിട്ടുള്ളൊരു ഫാബ്രിക് കവറിങ്ങും അതിന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്വിച്ചസ് എല്ലാം മാറ്റ് ബ്ലാക്ക് കളേഴ്സിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലാസിക് ആയിട്ടുള്ള 2 പീസ് ഹാൻഡിലാണ് വാഹനത്തിനുള്ളത്. ഡിജിറ്റൽ ആൻഡ് അനലോഗ് മീറ്റർ വരുന്നതിൽ ഇതിൽ ഡിസ്റ്റൻസ് ടു MT അതുപോലെ റിയൽ ടൈം മൈലേജ് എല്ലാം കാണിക്കും. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു എഞ്ചിൻ കട്ട് ഓഫ് സ്വിച്ചും കൂടാതെ സെൽഫ് സ്റ്റാർട്ടിന്റെ സ്വിച്ചുമാണ് ഈ വാഹനത്തിന് വരുന്നത്. വാഹനത്തിന് DTSA എഞ്ചിൻ സപ്പോർട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി കൂടി വാഹനത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. കാർബറേറ്റർ മാറ്റി ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി നമുക്ക് കൂടുതൽ പെർഫോമൻസും കൂടുതൽ മൈലേജും വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. 5 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷൻ ആണ് വാഹനത്തിന് വരുന്നത്. അത് സെയിം യമഹയൊക്കെ പോലെ തന്നെ അറിയാമല്ലോ നമുക്ക്. സെയിം ക്ലാസിക് പൾസറിന്റെ 5 സ്പീഡ് ഇതാണ് വരുന്നത്. സൈഡ് കവളിലും സീറ്റ് കവളിലും അഡീഷണൽ ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട്. പിന്നെ ക്രാഷ് ഗാർഡ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഡിസൈനിൽ സാരി ഗാർഡിന്റെ ഡിസൈൻസ് മാറിയിട്ടുണ്ട്. 5 പോയിന്റ് അഡ്ജസ്റ്റബിൾ എൻഡ്യൂറൻസിന്റെ ഡ്യുവൽ സ്പ്രിംഗ് സസ്പെൻഷൻ ആണ് ബാക്ക് സൈഡിൽ കൊടുത്തേക്കുന്നത്. ഫുഡ് റെസ്റ്റ് എല്ലാം പോയിന്റ് ടൈപ്പ് നല്ല ഭംഗിയുള്ള ഫുഡ് റെസ്റ്റ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. വാഹനത്തിന്റെ ചെയിൻ കവർ വരുന്നത് മെറ്റൽ ഫിനിഷിലുള്ളതാണ്. അഡീഷണൽ ആയിട്ടൊരു മഡ് ഗാർഡ് സപ്പോർട്ടും ഉള്ളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ചെളിയൊക്കെ തെറിച്ച് ബോഡിയിലാവാണ്ടിരിക്കാനായിട്ട് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ബാക്കിലിരിക്കുന്ന പാസഞ്ചറിന് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന ടൈപ്പ് ഒരു മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഒരു വളരെ ഭംഗിയായിട്ടുള്ള റിയർ ഗ്രാബാണ് കൊടുത്തിരുന്നത്. LED റിയർ ലൈറ്റ്, അതായത് ടെയിൽ ലൈറ്റ്സ് എല്ലാം ഫുൾ LED ലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ബാക്ക് സൈഡിലുണ്ട്. റിഫ്ലക്ടർ വരുന്നുണ്ട്. വളരെ നീളത്തിലുള്ളത് മാറ്റ് ബ്ലാക്ക് കളറിലുള്ളതും ഹൈ ക്വാളിറ്റി ഫൈബറിലുള്ളതുമായ മഡ്ഗാർഡാണ് റിയർ സൈഡ് യൂസ് ചെയ്തിരിക്കുന്നത്. വലത്തെ സൈഡിലും സെയിം എൻഡുറൻസിന്റെ 5 പോയിന്റ് അഡ്ജസ്റ്റബിൾ ഡ്യുവൽ സ്പ്രിംഗ് സസ്പെൻഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിന്റെ സൈലൻസർ ഫുൾ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ സിങ്കാമ്പെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ബാക്ക് സൈഡിലും ഏകദേശം 130 mm ഡിസ്ക് ബ്രേക്ക് അല്ല ഡ്രം ബ്രേക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ടയറും 17 ഇഞ്ച് MRFന്റെ തന്നെ 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വാഹനത്തിന് വരുന്നത്. ബാക്കി പിന്നെ വാഹനത്തിന്റെ സീറ്റ് കൗള് അതുപോലെ തന്നെ സൈഡ് കവർ എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ ഉള്ളൊരു സ്പെഷ്യൽ ഗ്രാഫിക്സ് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഈ വാഹനത്തിന് സെൽഫ് സ്റ്റാർട്ടും അതുപോലെ കിക്ക് സ്റ്റാർട്ടും ലഭിക്കുന്നതാണ്. 125cc വരുന്ന ഈ വാഹനത്തിന്റെ പവർ ഔട്ട്പുട്ട് വരുന്ന 11 bhp ആണ്. 10 ന്യൂട്ടൺ മീറ്റർ ആണ് വാഹനത്തിന്റെ ടോർക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഏകദേശം 12 ലിറ്ററോളം ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ഈ വാഹനം OBD2 സെൻസർ ഇൻക്ലൂഡഡ് ആണ്. E20 ഫ്യൂൽ
സപ്പോർട്ടഡ് ആണ്. അതായത് 20% എത്തനോളുള്ള ഫ്യൂലും സപ്പോർട്ടാണ്. മൈലേജ് വരുന്നത് 50-55 ഇടയിലാണ്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ബജാജ് പൾസർ 125ൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ മെമ്പേഴ്സ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാലും എനിക്ക് പുതിയ പുതിയ വീഡിയോസിലാണ് ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ വാഹനം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിന് ഈ ചാനലിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.